മഴക്കാലമായി കഴിഞ്ഞാൽ കുട്ടികളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ കണ്ടുവരുന്നു. ഇത് അച്ഛനമ്മമാർക്ക് വലിയ തലവേദനയാണ് പലപ്പോഴും. കുട്ടികളിൽ ഏതെല്ലാം തരത്തിലുള്ള മഴക്കാല രോഗങ്ങൾ കണ്ടുവരുന്നു, ഇവ പരിഹരിക്കുന്നതെങ്ങനെ, മുൻകരുതലുകൾ എന്തെല്ലാം, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം വെൽകെയർ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ കുട്ടികൾക്ക് മഴക്കാലത്ത് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാർക്ക് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ മഴയത്ത് ഇറങ്ങരുതെന്ന് പറഞ്ഞാലും കേൾക്കില്ല, പ്രത്യേകിച്ച് സ്കൂളും തുറന്നു. ഏതെല്ലാം തരത്തിലുള്ള അസുഖങ്ങളാണ് കുട്ടികളിൽ കണ്ടുവരുന്നത് മഴക്കാലം? രണ്ടും പറയാം. മഴക്കാലമായിട്ട് തന്നെ നമ്മൾ കളിച്ചു വളരണം, അതൊരു കാര്യം, അതൊരു വശത്ത്. പക്ഷേ മഴക്കാലം വരുമ്പോൾ തന്നെ പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. നമ്മൾ അതിനുള്ള പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ അത് വരത്തില്ല. അതിന് മുമ്പായിട്ട് 4 ആയിട്ട് നമുക്കത് തിരിക്കാം എങ്ങനെ വരണേന്നുള്ളത്. ഒന്ന്, നമ്മൾ ആ വെള്ളം, ശുചിത്വം ഇല്ലാത്ത വെള്ളം അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് വരുന്നതാണ് മെയിൻലി വരുന്ന വയറിളക്കത്തിൻ്റെ അസുഖം. രണ്ടാമത്തെ, അതേ സമയത്ത് തന്നെ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ് വരുന്നത്. ഇത് രണ്ടുമാണ് മറ്റേ പാചകം ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ പുറത്ത് വെച്ചതിൻ്റെയോ അവിടെ നിന്ന് കഴിക്കുന്ന വെള്ളത്തിൻ്റെ അകത്തുനിന്നോ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് വരുന്നത്. രണ്ടാമത്തത്, നമുക്ക് ഈ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ വീടുകളുടെ സൈഡിലോ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടന്നിട്ട് കൊതുക് നിമിത്തം വരുന്ന അസുഖങ്ങളാണ് ഡെങ്കിയും ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് എലിയുടെ മൂത്രം വീണിട്ട് നമ്മുടെ കാലെങ്ങാനും മുറിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കളിച്ചു കഴിഞ്ഞാൽ, ഇത് മറ്റേ എലികളൊക്കെ അവിടെയൊക്കെ നടക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കാല് മുറിവിൽ കൂടെ വരുന്നതാണ് ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി എന്ന് പറയുന്നത്. നാലാമത് വരുന്നതാണ് നമ്മുടെ ഈ ക്ലൈമറ്റിക് ചേഞ്ച് വരുമ്പോൾ തന്നെ ചിലവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോബ്ലം കൊണ്ട് ഈ വൈറസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ വൈറൽ ഫീവർ കണ്ടമാനം വരാം, ഒരുപാട് വൈറസ് കണ്ടമാനം സ്പ്രെഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് ക്ലൈമറ്റിക് ചേഞ്ചസ് കൊണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വരുമ്പോൾ ചേഞ്ചസ് വരുമ്പോൾ ഈ ആസ്മയ്ക്കെല്ലാം ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് ആസ്മ മാതിരിയുള്ള അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് 4 തരത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വിശകലനം ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് ഭക്ഷണത്തിൽ കൂടെ അല്ലെങ്കിൽ ശുദ്ധമല്ലാത്ത ജലം, വെള്ളം കുടിക്കുന്നത് വഴിയൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ, വയറിളക്കവും ഹെപ്പറ്റൈറ്റിസ് എയും ആണ് അല്ലേ? ഇപ്പോൾ അത് വരികയാണെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ അതുണ്ടെങ്കിൽ പലപ്പോഴും പറ്റുന്ന ഒരു കാര്യം, ലക്ഷണങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. ചില അസുഖങ്ങളൊക്കെ നമ്മൾ 2 ദിവസം കൊണ്ട് ഭേദമാകും എന്ന് കരുതിയിരിക്കാറുണ്ട്. കാരണം എപ്പോഴും ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ളത് പ്രായോഗികവുമല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ ഇത് മനസ്സിലാക്കുക? ആദ്യമായിട്ട് വരുന്നത് വയറിളക്കത്തിൻ്റെ കാര്യം ആദ്യം എടുത്തു. അതിൻ്റെ അകത്ത് സാധാരണഗതിയിൽ വരുന്നത് ഒരു ചെറിയൊരു പനിയുടെ തുടങ്ങും, അല്ലെങ്കിൽ സാധാരണ ഛർദിയായിട്ട് തുടങ്ങും. അതാണ് ആദ്യമായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നത്. ഛർദി വന്നിട്ട് ഒരു ദിവസമോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു നേരോ ഛർദിക്കും. ഛർദിയുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ മരുന്നുകളോ എന്തെങ്കിലും കൊടുത്തു നോക്കും, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കും. ചിലപ്പോൾ അതങ്ങനെ തന്നെ മാറും. പിന്നെ പിറ്റേ ദിവസം ഒരു ദിവസമൊക്കെ വയറ്റിൽ നിന്ന് ഇളകിപ്പോവും, അതങ്ങനെ തന്നെ പോവും. 1-2 ദിവസം കൊണ്ട് മാറും. അതേസമയം നമുക്ക് ഇത് ഛർദി കണ്ടിന്യൂസ് ആയിട്ട് വരികയോ അല്ലെങ്കിൽ ഛർദി നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് ഫീവറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് സമീപിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ സമയങ്ങളിൽ അതിൻ്റെ ഡീഹൈഡ്രേഷൻ എന്ന് പറയും. വയറ്റിൽ നിന്ന് നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഛർദ്ദിച്ചു പോകുന്നു. ആ സമയങ്ങളിൽ നമുക്ക് മെയിൻലി വേണ്ടത് ഡോക്ടറെ സമീപിച്ചിട്ട് അതാത് രീതിയിൽ ചെയ്യേണ്ടി വരും. ഡോക്ടർ, ഒരു കോളിന് ശേഷം തുടരാം. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. സംസാരിച്ചോളൂ. ഹലോ സാർ. പിന്നെ കുട്ടിക്ക് ഇടയ്ക്ക് ഛർദി വന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാല രോഗത്തിന്റെ അറിയില്ല, പിന്നെ ഭക്ഷണം കഴിക്കലില്ല, കമ്മിയാണ്, ഇടയ്ക്കിടയ്ക്കുണ്ട് ഛർദി, പനി. ഇപ്പം തുടങ്ങിയതാണെങ്കിൽ ഇത് സാധാരണ വയറിളക്കത്തിൻ്റെ അസുഖമാണെങ്കിൽ ഇപ്പം തുടങ്ങും. അതിനാകെ 1-2 ദിവസമേ അതിനുണ്ടാവുള്ളൂ. അതിൻ്റെ ഡ്യൂറേഷൻ ആദ്യം തന്നെ തുടങ്ങണ പനിയോ ഛർദിയായിട്ടാണ് തുടങ്ങും. അത് തുടങ്ങിയിട്ടാണ് വരുന്നതാണെങ്കിൽ മിക്കവാറും 2-ാം ദിവസം 3-ാം ദിവസം ഇരിക്കുമ്പോഴേക്കും വയറിളക്കമായിട്ട് മാറും. അല്ലെങ്കിൽ വെറും പനിയായിട്ടും ഛർദിയായിട്ടും നിന്നിട്ട് അത് 3-ാം ദിവസം ആകുമ്പോഴേക്കും മാറിക്കോളും. അല്ല, ഏതൊരു പനിയോ ഛർദിയോ ഒരു ദിവസമോ 2-ാമത്തെ ദിവസമോ പോയിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടി വരും. ഡോക്ടറെ സമീപിച്ചിട്ട് അതിനെന്ത് കാരണമാണെന്നുള്ളത് നോക്കേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇടവിട്ടുള്ള പനികൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്. ഇപ്പോൾ മഴക്കാലമായാലും ആ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണെന്ന് വേർതിരിച്ചറിയാത്ത ഒരു അവസ്ഥയുണ്ട്. മറ്റൊന്ന്, ഈ കുട്ടികൾ മഴ നനഞ്ഞാൽ അസുഖങ്ങൾ വരുമെന്നുള്ള ഒരു സംശയവും, അത് എത്രത്തോളം ശരിയാണ്? അല്ല, മഴ നനഞ്ഞാൽ അസുഖം വരുമെന്നുള്ളതല്ല. അതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല. മഴയത്ത് ഇപ്പോൾ എത്രയോ പേര് മഴയത്തൊക്കെ കളിക്കുന്നു, മഴയത്തൊക്കെ ചെയ്യുന്നു. മഴ വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ.
അപ്പോൾ മഴ വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ക്ലൈമറ്റിക് ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ പല വൈറസുകളൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് വരാനോ ഇല്ലെങ്കിൽ അകത്ത് തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വൈറസുകളുണ്ട്, അത് പെട്ടെന്ന് അത് വിർലൻ്റ് ആവുക എന്താണെന്ന് പറഞ്ഞാൽ അത് കിടക്കുന്നത് പെട്ടെന്ന് അത് ക്ലൈമറ്റിക് ചേഞ്ചസും മറ്റത് വരുമ്പോഴേക്കും നമുക്കത് പുറത്തേക്ക് കാണിക്കും. അങ്ങനെയുള്ളപ്പോൾ പനി, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതും പനി ഏതൊരു പനിയാണെങ്കിൽ പോലും 3 ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടേ പറ്റൂ, 3ാമത്തെ ദിവസത്തിനുള്ളിൽ കാണണം. അല്ലെങ്കിൽ പിന്നെ പനിയുടെ കൂട്ടത്തിൽ ബാക്കി എന്തെങ്കിലും സിംറ്റം ഉണ്ടാവണം. അങ്ങനെയുണ്ടെങ്കിൽ 1ാം ദിവസമോ 2ാം ദിവസമോ കാണണം. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഛർദിയോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പേ പനി വന്നു പിന്നെയും പനി വരിക, അതൊക്കെ പലതിൻ്റെയും അസുഖങ്ങളുടെ ഒരു സിംറ്റമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് വരിക, എവിടെയെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്തിട്ട് അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലുള്ള അസുഖങ്ങളുണ്ട്, അത് നമുക്കിവിടെ പ്രത്യേകിച്ചിട്ട് ചില അസുഖങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ചില ഏരിയയിൽ നമുക്ക് പർട്ടിക്കുലർ അസുഖങ്ങൾ നമുക്ക് കൂടുതലുണ്ട്. അവിടെ നിന്നാണ് ആ ഒരു കൊച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ട്രാവലിംഗ് ഉണ്ടോ, എവിടെ പോയിരുന്നു, അത് മനസ്സിലാക്കാനായിട്ടുള്ള ഹിസ്റ്ററി കൂടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പനി എന്തിൻ്റെയാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. പിന്നെ മറ്റൊന്ന് ഡോക്ടർ പറഞ്ഞത് ഈ കൊതുകിനെ കൊണ്ട് പടരുന്ന അസുഖങ്ങൾ, ചിക്കൻ ഗുനിയ, പിന്നെ ഡെങ്കിപ്പനി തുടങ്ങിയത്, കുട്ടികളിൽ ഇത് എത്രത്തോളം ഗൗരവമേറിയതാണ്? ഡെങ്കി കുട്ടികൾക്കും വരാറുണ്ട്, അതിൻ്റെ അകത്തൊന്നും ഒരു വ്യത്യാസമില്ല. വലിയ ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ ഒരേമാതിരി അസുഖങ്ങളൊക്കെ വരും. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഡെങ്കിയുടെ ഞാൻ പറഞ്ഞ മാതിരി അത് നമ്മൾ ബേസിക്കലി അത് കൊതുക് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ സ്ഥലങ്ങളിലോ മഴക്കാർ വരുമ്പോഴേക്കും കൊതുക് ബ്രീഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് കൊതുക് നിമിത്തം വരുന്ന അസുഖങ്ങൾ വരുന്നത്. ആ കൊതുകിന് നമ്മൾ ബ്രീഡ് ചെയ്യാനുള്ള സ്ഥലം നമ്മൾ ഒഴിവാക്കുക. പബ്ലിക് ഹെൽത്ത് ശരിയാണ്, അവർ ചെയ്യേണ്ട പല കാര്യങ്ങളും അവർ ചെയ്യേണ്ടത്, കാണേ കൂടെ പോകാനായിട്ടുള്ള വെള്ളം പോകാനും മറ്റേ ഫോഗിങ്ങും അതും ഇതൊക്കെ കൊതുകിനെ ഇത് ചെയ്യാൻ. നമ്മുടെ വീടുകളിൽ പോലും അത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള രീതിയിൽ നമ്മൾ ഒഴിവാക്കാനായിട്ടുള്ള കാര്യം നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അസുഖങ്ങൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ലെവൽ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ആ വീട്ടിലോ ആ ഫാമിലിയിലോ അവർക്ക് ഡെങ്കിപ്പനി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വൈസ് ഡോക്ടർ അതാത് സമയങ്ങളിൽ തരും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, എൻ്റെ പേര് നിമ്മി. ചോദിച്ചോളൂ കേട്ടോ ഡോക്ടറോട്. ഡോക്ടറോട് ഹലോ പറഞ്ഞേക്കും. യെസ്, ഹലോ ഹലോ ഹലോ, എന്താണ് സംശയം? ഇവിടെ കേൾക്കുന്നുണ്ട്. എൻ്റെ പേര് നിമ്മി. എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സ് കഴിഞ്ഞു. പറഞ്ഞോ. 2-3 ദിവസമായിട്ട് കുഞ്ഞിന് കഫക്കെട്ടാ, ചുമയും കഫക്കെട്ടും. ചുമയും കഫക്കെട്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ, അതോ ഇത് ആദ്യമായിട്ടാണോ ചുമയുടെ പനി? റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഈ ഒരു കൊച്ചിന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര നല്ല രീതിയിൽ കഫക്കെട്ടാ, ശ്വാസം കിട്ടാതൊക്കെ വരുന്നുണ്ട്. ശ്വാസം കിട്ടാണ്ട് വരുന്നതും റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ചുമ ജലദോഷമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് സാധാരണഗതിയിൽ വരുന്നത് റിക്കറൻറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അടിക്കടിക്ക് വരുന്ന ചുമ ജലദോഷത്തിൻ്റെ പനിയുടെ അസുഖങ്ങളാണെന്ന് പറയും. അതിന് ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്മ മാതിരിയുള്ള അസുഖങ്ങൾ ആവാം ഒന്ന്. രണ്ടാണെങ്കിൽ നമുക്കത് റിക്കറൻ്റ് ആയിട്ട് വരുന്നതിൻ്റെ റീസണിങ് ചിലപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ടാവാം. ഇത് രണ്ടും ആണെങ്കിൽ തന്നെയും ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് അവരത് നോക്കിയിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും വെയിറ്റൊക്കെ നോക്കി അവരുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയൊക്കെ നോക്കി അത് മനസ്സിലാക്കാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ ഈ സമയത്താണല്ലോ അധികവും കുട്ടികളൊക്കെ പുറത്തുനിന്ന് വരികയും വേറെ വിദേശങ്ങളിലുള്ള കുട്ടികളൊക്കെ, അപ്പൊ അവരിവിടെ വരുമ്പോൾ പറമ്പിലൊക്കെ കളിച്ചുകൊണ്ട് ഒരുപാട് കൊതുകുകളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ എന്തെങ്കിലും ബഗ് സ്പ്രേയോ മസ്കിറ്റോ റിപ്പല്ലന്റ് ഒക്കെ അടിക്കുമ്പോൾ അത് അവർക്ക് ദോഷം ചെയ്യുമോ മുഴുവൻ ദിവസം അതടുത്ത് നടക്കുമ്പോൾ? ശരിയാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം പുറത്തുനിന്ന് വരുന്നവർക്ക് ഈ സമയത്താണ് ഉണ്ടാവണേ, കൊതുകടി കൊണ്ട്. സാധാരണ കാണുന്നതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് നമ്പർ 1 കൊതുക് കടി കൊള്ളാണ്ട് നോക്കുക. അതിൻ്റെ അകത്ത് കൊതുകടി കൊള്ളാണ്ട് നോക്കണതിൻ്റെ വഴികൾ ഇതാണ്. കഴിയുന്നത്ര അവരെ ആ പറമ്പിലൊക്കെ കഴിയുന്നത്ര ഈ സമയങ്ങളിലൊക്കെ വിടാണ്ട് നോക്കുക. 2 നെറ്റിട്ടിട്ട് അകത്തേക്ക് നോക്കുക.
3 അവർക്ക് റിപ്പല്ലൻസ് അവർ തന്നെ അവിടുന്ന് തന്നെ കൊണ്ടുവരും, ദേഹത്ത് പറ്റാനുള്ളത് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള റിപ്പല്ലൻസ് വരും, അത് ഉപയോഗിക്കാം. 4 നമുക്കവിടെ അവരെ നമ്മുടെ ഇതിൻ്റെ അകത്ത് മറ്റേ റിപ്പല്ലൻ കോയിൽസ് ഒഴിച്ചിട്ടുള്ള നമ്മുടെ മറ്റേ ബാക്കിയുള്ള സാധനം ആ വക സാധനങ്ങൾ ഉപയോഗിക്കാം. കോയിൽസ് ഉപയോഗിക്കരുത്, പിന്നെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ. 5 എന്താണെന്ന് പറഞ്ഞാൽ അവരെ കഴിയുന്നത്ര ഈവനിങ് സമയത്താണ് ഈ മിക്കവാറും ഒക്കെ കടി കൊള്ളുന്നത്. അപ്പോൾ അവർക്ക് ഫുൾ സ്ലീവും ഫുൾ പാൻറ്റും ഉപയോഗിച്ചിട്ട് അവരെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കടിയുടെ കുറച്ചെങ്കിലും കുറയും. ഇനി കടി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള, കടി കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചുവന്ന് വരും. അവരുടെ നഖം കംപ്ലീറ്റായിട്ട് ക്ലീനാക്കി വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ അവർ സാധാരണഗതിയിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിലാണ് അവർ ചൊറിഞ്ഞെറിഞ്ഞ് അത് പൊട്ടിച്ച് അത് പിന്നെ വൃണമായിട്ട് അതിന് പിന്നെ ഉണങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത്. ആ സമയത്ത് നഖം ക്ലീനാക്കി വെച്ചേക്കുക. പിന്നെ ആ സമയത്ത് കലാമിൻ ലോഷൻ ഉണ്ടെങ്കിൽ വെറുതെ കലാമിൻ ലോഷൻ ആ കൊതുകടി കൊണ്ട സ്ഥലത്ത് ആ ചുവന്ന് പൊങ്ങുമ്പോൾ തന്നെ പുരട്ടുക. ഇത്രയേ ഉള്ളൂ നമുക്കൊരു പ്രിക്കോഷനായിട്ടും അതിനൊപ്പം ചെയ്യാനുള്ളത്. ഡോക്ടർ, ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഈ പറമ്പിൽ ഓടിക്കളിക്കുന്ന കുട്ടികൾക്ക് വരുന്ന വേറൊരു അസുഖമാണ് ഡോക്ടർ പറഞ്ഞ പോലെ മുറിവുകളിൽ കൂടെ വന്നിട്ട് എലിപ്പനി പോലുള്ള അസുഖങ്ങൾ. അപ്പോൾ ഇത് വരാനുള്ള ഒരു സാധ്യതകൾ എത്രത്തോളമാണ് മഴക്കാലത്ത്? മഴക്കാലത്ത് ഇത് വരുന്നത് ബേസിക്കലി എന്താണ്, ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗാണുക്കൾ കൊണ്ടാണ് ഇത് വരുന്നത്. ആ ലെപ്റ്റോസ്പൈറ എന്നുള്ളത് സാധാരണഗതിയിൽ അത് മറ്റേ എലിയുടെ മൂത്രത്തിൽ നിന്നാണ് അത് മറ്റേ പുറത്തേക്ക് ആ വെള്ളത്തിൽ കിടക്കണേ. ആ സമയങ്ങളിൽ ആ വെള്ളത്തിൽ മൂത്രം കലർന്ന വെള്ളത്തിൻ്റെ അകത്ത് കുട്ടികളുടെ കാലെങ്ങാനും എവിടെയെങ്കിലും ചെറിയ മുറിവോടുകൂടെ അവർ വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞാൽ ആ രോഗാണുക്കൾ കാലിൻ്റെ ആ മുറിവിൻ്റെ അകത്തൂടെ കയറി ആ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമോ അല്ലെങ്കിൽ എലിപ്പനി എന്ന് പറയുന്ന ആ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാണെങ്കിൽ വരേണ്ട ഇതാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. അത് മിക്കവാറും ഉള്ള ആൾക്കാർക്കൊക്കെ അത് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു പനിയായിട്ട് വരും, വലിയ രീതിയിൽ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ പോകും. അതിൽ സൂക്ഷിക്കേണ്ട ഇതാണ്, നമ്മൾ മറ്റേ ജോണ്ടിസ് വരാൻ ലിവറിനും കിഡ്നിക്കും എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ്. എന്നാൽ നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ അസുഖം മാറാവുന്നതാണ്. അതുകൊണ്ട് പനി എപ്പോഴും സൂക്ഷിച്ചിട്ട് പെരുമാറുക. പനിയുടെ കാര്യം വരുമ്പോൾ തന്നെ ഡോക്ടറെ കാണുക. അത് 2 ദിവസത്തിനും പനി കുറഞ്ഞില്ലെങ്കിലോ ജോണ്ടിസ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണിക്കുകയും വേണം. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ റിയാദിൽ നിന്നാണ് വിളിക്കുന്നത്, സൗദിയിൽ നിന്ന്. കൊച്ചിന് കാലിന്റെ മുകളിൽ കുമിളകളായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കുമിളകളായിട്ട് ഇങ്ങനെ വരുന്നു മണ്ണ് കളിക്കുന്ന സമയത്ത്. മണ്ണിൽ കളിക്കുന്ന സമയത്ത് അത് ഈ മഴക്കാലത്തല്ല അത് വരണേ. സാധാരണഗതിയിൽ അത് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ മണ്ണിലൊക്കെ അവർ കളിക്കുമ്പോൾ വരുന്ന കുമിളകളാണ്. സാധാരണ അത് അലർജി കൊണ്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടി കൊണ്ട് വരാം, എന്തെങ്കിലും ഒരു ചെറിയ പ്രാണികളായിട്ടോ എന്തെങ്കിലും ആയിട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും അണുക്കൾ കൊണ്ടോ എന്തെങ്കിലും ആയിട്ട് തന്നെ ആയിട്ട് കൊതുകിൻ്റെ കടി ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കടിച്ചിട്ടാണ് അത് സാധാരണ വരുന്നത്, അല്ലെങ്കിൽ അലർജി മുഖാന്തരം വരുന്നത്. അത് കുമിളച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെള്ളത്തിൻ്റെ കണ്ടൻസ് ആ കുമിളയുടെ അകത്തുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിക്കേ പറ്റൂ. ഓക്കെ, അത് അലർജി മൂലം അല്ല, വെള്ളം കെട്ടിക്കിടക്കണമെങ്കിൽ അലർജി മൂലമല്ല. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കണം ആ സമയത്ത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ എലിപ്പനിയുടെ ലക്ഷണം ചിലപ്പോൾ ചെറിയ പനി വന്ന് അതങ്ങ് മാറിപ്പോകുന്നു. അപ്പോൾ നമുക്ക് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഗൗരവമേറിയതാകുന്നത് എപ്പോഴാണ്? പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ട ഒരവസ്ഥ വരുന്നത് എപ്പോഴാണ്? ഏതൊരു പനിയും നമ്മുടേതായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ഏതൊരു പനിയും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം കൊണ്ട് എല്ലാ രോഗാണുക്കളെയും കളയാനുള്ള നമുക്ക് തന്നെ എല്ലാവർക്കും ഉണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം. അത് കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ അത് ചെറിയ തോതിലുള്ള പനികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വൈറൽ ഫീവർ അങ്ങനത്തെ ഇതൊക്കെയാണെങ്കിൽ തനിയെ അത് മാറും സാധാരണഗതിയിൽ. അപ്പോൾ നമുക്ക് 2 ദിവസമോ 3 ദിവസം കൂടുതൽ പനി നിൽക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന വേറെ സിംറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണത്തിന് ഇപ്പോൾ വയറിളക്കത്തിൻ്റെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഛർദി, അല്ല ജോണ്ടിസ് വരിക, ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ ആണെങ്കിൽ ജോണ്ടിസ് വരിക, അല്ലെങ്കിൽ ബാക്കിയുള്ള ദേഹം കംപ്ലീറ്റ് തടിച്ചു പൊങ്ങുക, അങ്ങനത്തെ എന്തെങ്കിലും പനിയുടെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും 3-ാം ദിവസം കഴിഞ്ഞിട്ട് 3-ാം ദിവസത്തിനുള്ളിൽ തന്നെ വരികയോ അല്ലെങ്കിൽ 3-ാം ദിവസം കഴിഞ്ഞിട്ട് വന്നാലും കാണിക്കണം. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടുള്ള പനി നിർബന്ധമായിട്ട് ഡോക്ടറെ സമീപിച്ചിട്ടേ പറ്റൂ. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം.
ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ പറഞ്ഞത് മഴക്കാലത്ത് മറ്റ് അസുഖങ്ങൾ ഉണ്ടാകുന്നത് പെട്ടെന്നുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ അല്ലേ? അത് എന്തെല്ലാം തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്? അത് സാധാരണഗതിയിൽ നമ്മുടെ ഈ ക്ലൈമറ്റൊക്കെ ചേഞ്ച് വരുമ്പോഴേക്കും സാധാരണ ഈ വൈറസുകളൊക്കെ പെട്ടെന്ന് പടരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ക്ലൈമറ്റിക് ചേഞ്ചസ് വരുമ്പോൾ. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ആ വൈറസ് വരുമ്പോഴേക്കും പെട്ടെന്നായിരിക്കും വൈറൽ ഫീവർ വരുന്നത്. ആ സമയത്ത് വരുന്ന ഒന്ന് വൈറൽ ഫീവറായിട്ട് വരും. രണ്ടാമത്തെ ഈ കുറച്ചൊക്കെ ഇമ്മ്യൂണിറ്റി കുറവുള്ള പിള്ളേരാകുമ്പോൾ വളരുമ്പോഴേക്കും കുറച്ച് ഇമ്മ്യൂണിറ്റി കുറവുണ്ടാകും. ചിലവർക്ക് റിപ്പീറ്റഡായിട്ട് ഇൻഫെക്ഷൻ വരാം. ചിലവർക്ക് പല കാരണങ്ങൾ കൊണ്ടും ഇൻഫെക്ഷനായിട്ട് തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഇൻഫെക്ഷൻ വരുന്ന പിള്ളേർക്ക് കുറച്ച് പേര് അതിൻ്റെ അകത്ത് ആസ്മ ആയിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് വൈറൽ ഫീവർ ആസ്മ ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ വൈറൽ ഫീവർ വരുമ്പോഴേക്കും ആസ്മയായിട്ട് അലർജി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് അസുഖങ്ങളാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ കൂടാണ്ട് ഈ വെള്ളം കൊണ്ട് കൂടാണ്ട് വരുന്ന അസുഖങ്ങൾ കൊണ്ട് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പലപ്പോഴും ഇത്തരം അസുഖങ്ങൾ വരും എന്നൊക്കെ നമുക്ക് എല്ലാം അറിയാമെങ്കിൽ പോലും എല്ലാ വർഷവും ഇങ്ങനെ കേൾക്കാം കുട്ടികൾക്ക് അസുഖങ്ങൾ. ഒരു പരിധി വരെ മുൻകരുതലുകൾ എടുത്താൽ നമുക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റില്ലേ? ഏതെല്ലാം തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം? അല്ല, നമുക്ക് ഒരു പരിധിയല്ല, നല്ലൊരു രീതിയിൽ തന്നെ ഇത് ബേസിക്കലി ഈ വൈറൽക്കൊന്നുള്ള അസുഖം ഹെപ്പറ്റൈറ്റിസ് എ ഒന്നും നല്ല പുറം രാജ്യങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു അസുഖമേ ഇല്ല. രണ്ട് കാരണത്തിലാണ്. ഒന്ന് അവരൊക്കെ ശുചിത്വം നിമിത്തം, പിന്നെ അവർ വാക്സിനേഷനിലൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കും ആ ലെവൽ വരെ എത്തിയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റും മറ്റുള്ള NGOs എല്ലാവരും കൂടെ ചെയ്യുന്നത് അവരുടെ വക ചെയ്യും. നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ പാരൻസ് എന്നുള്ള നിലയ്ക്കോ അവരവരുടെ വീടിൻ്റെ പരിസരങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ശുചീകരിച്ചിട്ട് അവർ നല്ല രീതിയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ വരാവുന്നത് എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ഈ മഴക്കാലം വരുമ്പോൾ എല്ലാ മീഡിയയിലും എല്ലാം പറയുന്നതാണ് നമ്മൾ ഈ വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസ് ഉള്ള ഏത് രീതിയിലാണെങ്കിൽ അത് ചിരട്ട ആയിക്കോട്ടെ, വെറും ഒരു പാത്രമായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു ചട്ടിക്കകത്തായിക്കോട്ടെ, എന്താണെങ്കിലും അതിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതെ നോക്കുക. അത് കമത്തിയിടുകയോ അതിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കുക, അതൊരു അർത്ഥം. നമുക്കൊരു കോളിന് ശേഷം തുടർന്നാലോ? ഹലോ ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ സംസാരിച്ചോ. ഡോക്ടറെ നമസ്കാരം, ഞാൻ പുള്ളൂരിൽ നിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് ബിൻസൺ ആണ്. പറഞ്ഞോ ബിൻസൺ. അപ്പൊ കുഞ്ഞിന് ഒരാഴ്ച മുമ്പ് വരെ നല്ല പനിയായിരുന്നേ. നല്ല പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ഒക്കെ നല്ലോണം കഴിച്ചു. അപ്പൊ ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പനി മാറിയിട്ട് ഒരാഴ്ചയായി. പക്ഷെ ഇപ്പം കുഞ്ഞിന്റെ മലദ്വാരത്തില് കുറെ മുറിവുകൾ, ആദ്യം ഒരു മുറിവായിട്ട് കണ്ട ഇപ്പം കുറെ മുറിവുകളായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം അത് ഈ ആന്റിബയോട്ടിക് കഴിച്ചതിന്റെ ഇതാണോ അതോ ഇനി ഡോക്ടറെ കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്ന് അറിയാൻ. എത്ര മാസമായി കൊച്ചിന്? 2 വയസ്സായി. 2 വയസ്സായി. 2 വയസ്സായിട്ടുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരേണ്ട ആവശ്യമില്ല. എന്നാലും പനി മാറിയിട്ടുണ്ട്, വേറെ അത് സംബന്ധിച്ച് വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ വിട്ടേക്കാം. ഒരാഴ്ച കൂടെ നോക്കിയിട്ട് അങ്ങോട്ട് എന്താണെന്നുള്ളത് നോക്കാം. അല്ല അതിൻ്റെ അകത്ത് പനി റിപ്പീറ്റ് ചെയ്യോ അല്ലെങ്കിൽ അത് കുറയാണ്ടിരിക്കുകയോ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഡോക്ടർ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുക, അതാണ് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ആസ് എ സിറ്റിസൺ ആയിട്ട് നോക്കാൻ പറ്റുന്നത്. അതോട് തന്നെ നമ്മൾ വെള്ളം നമ്മുടെ വീടുകളിലൊക്കെ കെട്ടിക്കിടക്കുമ്പോഴേക്കും എലിയുടെ ശല്യം കുറയ്ക്കാനായിട്ടുള്ള രീതിയിൽ ആദ്യം തന്നെ തുടങ്ങണം. അത് എലിയുടെ ശല്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എലി ശല്യം മാറിക്കിട്ടും. അങ്ങനെ ലെപ്റ്റോസ്പൈറോസിസ് മാറിക്കിട്ടും. മൂന്നാമതുള്ളത് നമ്മൾ ഈ വഴി ഓരോ സാധനങ്ങളോ അല്ലെങ്കിൽ ചൂടാക്കാത്ത വെറുതെ പുറത്ത് വെച്ചിട്ട് ഈച്ചകളൊക്കെ വരാൻ ചാൻസ് ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് നോക്കുക, കഴിക്കാണ്ട് നോക്കുക. പിന്നെ കുടിക്കണ വെള്ളം എല്ലാം തന്നെ നമ്മൾ ചൂടാക്കിയിട്ട് കഴിക്കുക. ഇൻക്ലൂഡിങ് നമ്മൾ PTA വഴി പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എല്ലാ സ്കൂളുകളിലും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നല്ല വെള്ളം കിട്ടുന്ന രീതിയിൽ നമ്മളതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അവിടെ തന്നെ ഉള്ള ഫുഡും പിന്നെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കുക. വെള്ളം എങ്ങനെ എടുക്കണം എന്നുള്ളത്, വെള്ളത്തിൻ്റെ കണ്ടൻസും അത് നോക്കിയിട്ട് വെള്ളത്തിലുള്ള ചൂടാക്കിയത് വെള്ളമാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഭക്ഷണം ചൂടുള്ളത് മാത്രം കഴിക്കാൻ നോക്കുക. എന്തിനു പറഞ്ഞു, ഇതിൻ്റെ അകത്തൊരു ഇതും കൂടെ ഞാൻ പറയാൻ മറന്നു. ഇത് ടൈഫോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖവും കൂടെ ഈ ഭക്ഷണവും മറ്റേ വെള്ളത്തിൽ കൂടെയും വരാൻ ചാൻസ് ഉണ്ട് ഭക്ഷണത്തിന്. അതാണെങ്കിൽ പോലും ഇത് ഐസ്ക്രീമിൽ പോലും ഈ ടൈഫോയിഡിൻ്റെ രോഗാണുക്കൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് ടൈഫോയിഡ് ആണെങ്കിൽ. അപ്പോൾ അതെല്ലാം ഭക്ഷണവും വെള്ളത്തിൻ്റെ കാരണങ്ങളാണ്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ.
ഹലോ. ഹലോ, ഞാൻ ദുബായിന്ന് വിളിക്കുന്നത്. ആ, ചോദിച്ചോളൂ. കുട്ടിയുടെ കാലില് ചെറുതായിട്ട് ഒരു പോള പോലെ വന്നിട്ടുണ്ട്. അത് വെള്ളത്തിൽ കളിച്ചിട്ടായിരിക്കും, അത് ശ്രദ്ധ. എത്ര വയസ്സുള്ളതാ? കുട്ടിക്ക് 9 വയസ്സായിട്ടുണ്ട്. 9. സ്കൂളിൽ പോകുന്ന കൊച്ചല്ലേ? സ്കൂളിൽ പോകുന്ന കുട്ടിയല്ലേ? ആ, ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വെള്ളം അതിൻ്റെ അകത്ത് വെറും കുമള മാത്രമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വലിയ ഇഷ്യൂസ് ഇല്ല. അതിൻ്റെ അകത്ത് പഴുപ്പ് മാതിരിയോ വെള്ളം കെട്ടിക്കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടേ പറ്റൂ അതിൻ്റെ അകത്ത്. ഓക്കെ. ഇത്തരം അസുഖങ്ങൾ ഈ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എലിപ്പനി വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇത്തരം മുറിവുകളാണോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ മുറിവുള്ള കുട്ടികൾ തന്നെ അത് മുറിവ് ഉണങ്ങാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ മുറിവിനെ നമ്മൾ പ്ലാസ്റ്റർ ഇട്ടിട്ടോ എന്തെങ്കിലും ഇട്ടിട്ട് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നിവൃത്തിയില്ലാത്ത രീതി വെള്ളത്തിൽ കൂടെ തന്നെ പോകേണ്ടി വരും. അതൊക്കെ നമുക്ക് നിവൃത്തിയില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് പ്രിക്കോഷനായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ മുറിവെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണങ്ങാനുള്ള വഴിയോ അല്ലെങ്കിൽ അതിൽ പ്ലാസ്റ്റർ ആയിട്ടോ ഇട്ടിട്ടോ അങ്ങനെയായിട്ട് ചെയ്തിട്ടോ എന്തെങ്കിലും നോക്കുക. ഡോക്ടർ, വാക്സിനേഷനും കൂടെ ഒന്ന് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞോളൂ. വാക്സിനേഷൻ ഇതിൻ്റെ അകത്ത് ഇതൊക്കെ പ്രിവെൻഷൻ്റെ അകത്ത് വരും. അതിൻ്റെ അകത്ത് പിന്നെ ഉള്ളത് വാക്സിനേഷനാണ്. വാക്സിനേഷൻ ഇപ്പോൾ 3 അസുഖത്തിന് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്ന് നമ്മുടെ വയറിളക്കത്തിൻ്റെ ഒരു കാരണം വരുന്നത് റോട്ടാ വൈറസാണ്. അതിനുള്ള വാക്സിൻ അവൈലബിൾ ആണ്. അത് ജനിച്ചതിൻ്റെ 1.5 മാസം മുതൽ എടുക്കാൻ പറ്റും. രണ്ടാമത് വരുന്നത് ഹെപ്പറ്റൈറ്റിസ് എയുടെ മഞ്ഞപ്പിത്തം വരുന്നതിൻ്റെ അതിൻ്റെ വാക്സിൻ അവൈലബിൾ ആണ്. അത് 1 വയസ്സിന് ശേഷം മുതൽ എടുക്കണം. മൂന്നാമത്തെ വാക്സിൻ വന്നിരിക്കുന്നത് ടൈഫോയിഡിൻ്റെ വാക്സിനും ഇപ്പോൾ അവൈലബിൾ ആണ്. അതും എടുക്കാൻ പറ്റും. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.